ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ 9 മണിക്ക് തന്നെ ഹരിപ്പാട് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലത്തുള്ള ചടയമംഗലം ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്. പോകുന്ന വഴി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറി. അത്യാവശ്യം നല്ല കട തന്നെ ആയിരുന്നു. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് യാത്ര വീണ്ടും തുടർന്നു. അടൂർ വഴിയാണ് ഹരിപ്പാട് നിന്നും ചടയമംഗലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്തത്. അത്യാവശ്യം നല്ല റോഡായതുകൊണ്ട് ഞങ്ങളുടെ യാത്ര നല്ല സുഖകരമായിരുന്നു. അവസാനം ഞങ്ങൾ ചടയമംഗലം എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ജഡായുവിൻ്റെ ശില്പം ഇവിടെ വെച്ച് തന്നെ കാണാം. ഇനി ജഡായു എർത്ത് സെൻറ്ററിലേക്ക് കയറുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അകത്ത് കയറിയ ഉടനെ തന്നെ പാർക്കിംഗ് ഫീസ് അടച്ചു. അതിനുശേഷം വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും അന്വേഷിച്ചു. ജഡായു എർത്ത് സെൻറ്ററിലേക്ക് നമുക്ക് 2 രീതിയിൽ പ്രവേശിക്കാം. ഒന്ന്, കാൽനടയായാണ് കയറുന്നതെങ്കിൽ ആകെ നമ്മൾ 325 രൂപയാണ് മുടക്കേണ്ടത്. അതല്ല, കേബിൾ കാറിലൂടെ ആണെങ്കിൽ താഴെ നിന്ന് വിസിറ്റിങ്ങിനായി 266 രൂപയുടെ ഒരു ടിക്കറ്റും സെക്യൂരിറ്റി ചെക്കിന് ശേഷം കേബിൾ കാറിനായി 284 രൂപയുടെ ചേർത്ത് 550 രൂപ ആകെ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷമാണ് കേബിൾ കാറിലൂടെ ജഡായു എർത്ത് സെൻറ്ററിലേക്ക് കയറുന്നത്. സീനിയർ സിറ്റിസണായി ഒരു 10% ഡിസ്കൗണ്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേബിൾ കാറിലൂടെ ജഡായുപ്പാറ കയറുന്നത് ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും എല്ലാവർക്കും. പോകുന്ന വഴി അവിടെ ഒരു ഹെലിപ്പാഡും ഇറങ്ങി വരുന്ന കുറേ കേബിൾ കാർസും അതിനുശേഷം ആനപ്പുറം പോലെയുള്ള ഒരു പ്രദേശവും ഞങ്ങൾ കണ്ടു. അങ്ങനെ കേബിൾ കാറിലൂടെയുള്ള ഈ യാത്രയിൽ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവസാനം ജഡായുപ്പാറയുടെ മുകളിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾ ജഡായുപ്പാറയുടെ മുകളിലെത്തിയാൽ ഉടനെ കാണാൻ പറ്റുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ജഡായു ശില്പത്തിന് ബാക്ക്ഗ്രൗണ്ടായി വെച്ച് എല്ലാവരും മൊബൈലിൽ ഫോട്ടോസ് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. കുറേ പേര് സെൽഫി എടുക്കുന്നതായും കാണാം. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് ചുറ്റുമുള്ള കാഴ്ചകളും കൂടി കാണാമെന്ന് കരുതി മുന്നോട്ട് നടന്നു. ഈ ജഡായു സ്റ്റാച്ചു അല്ലാതെ അവിടെ ഒരു ഫോട്ടോ സ്പോട്ടും ജഡായു രാമക്ഷേത്രം, ജഡായുവിൻ്റെ പാദസ്പർശമേറ്റ ഒരു പാറ എന്നിവയും കൂടെ ഇവിടുത്തെ പ്രത്യേകതയാണ്. അതുകൂടാതെ ചടയമംഗലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ തന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന ഈ ചിറകുകളിലൊന്നും കയറിയിരിക്കരുത്. അറിയാതെ എങ്ങാനും കയറിയിരുന്നാൽ അവിടെ നിന്ന് എണീപ്പിക്കാനുള്ള ഗാർഡുകളും അവിടെ തന്നെ ഉണ്ട്. ഈ ജഡായു സ്റ്റാച്ചുവിൻ്റെ ഏത് വശത്ത് നിന്ന് ഫോട്ടോ എടുത്താലും വളരെയധികം ഭംഗിയുണ്ടാകും. അതുകൊണ്ട് ചുറ്റും ഫോട്ടോ എടുക്കാനായി നിൽക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ സ്പോട്ടിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ജഡായു രാമക്ഷേത്രത്തിൽ തൊഴുതി ജഡായുവിൻ്റെ പാദസ്പർശമേറ്റ പാറ എന്ന് വിശ്വസിക്കുന്ന പാറയും കണ്ടതിന് ശേഷം ഞങ്ങൾ വർക്കലയിലേക്കുള്ള യാത്ര തിരിച്ചു. പോകുന്ന വഴി ഞങ്ങൾ കുറച്ചു നേരം വൈകിയെങ്കിലും ലഞ്ച് കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്നാണ് ഞങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ബിരിയാണി കഴിക്കേണ്ടി വന്നത്. അത് ഞങ്ങൾക്ക് തികച്ചും ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം അധികം താമസിയാതെ തന്നെ ഞങ്ങൾ വർക്കല ബീച്ചിലെത്തി. കേരളത്തിലുള്ള ഒരു മസ്റ്റ് വിസിറ്റ് ബീച്ചാണ് വർക്കല ബീച്ച്. അതിൻ്റെ സൗന്ദര്യം എത്ര കണ്ടാലും മതി വരില്ല. അമ്മയുടെ കാലുവേദനയെല്ലാം കാരണം ഞങ്ങൾ താഴേക്കിറങ്ങാതെ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് തന്നെ അതിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു. സൈഡിലുള്ള നടപ്പാതയിലൂടെ കുറച്ചു നേരം കൂടി നടന്ന് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം നെടുമങ്ങാട് PWD റെസ്റ്റ് ഹൗസിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് PWD റെസ്റ്റ് ഹൗസിലേക്ക്. അതുകൊണ്ട് പോകുന്ന വഴി ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് വഴിയാണ് ഞങ്ങൾ റെസ്റ്റ് ഹൗസിലെത്തിയത്. ഈ റെസ്റ്റ് ഹൗസിലുള്ള ഓരോ അമ്യൂണിറ്റീസും ഹരിപ്പാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മുന്നിലാണ്. നെടുമങ്ങാടുള്ള ഈ റെസ്റ്റ് ഹൗസ് വളരെയധികം വൃത്തിയാണ്. ഇവിടെയുള്ള എല്ലാ അമ്യൂണിറ്റീസും ഞങ്ങൾ വീഡിയോയിലൂടെ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.
ഇതോടുകൂടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.